നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു മുരിങ്ങയില സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ചുമച്ച് കേരളം ചുമക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമ്മൾ. അപ്പോൾ ഈ ചുമയ്ക്കൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചുമ കഫക്കെട്ടിനൊക്കെ ഒരു പരിഹാരമാണ് ഈ മുരിങ്ങയില സൂപ്പ്. അപ്പോൾ ഇന്നൊരു മുരിങ്ങയില സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: മുരിങ്ങയില, ഒരു 2 പിടി മുരിങ്ങയില വേണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, നല്ല ജീരകമാണ് അതും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എടുക്കാം, അതിലേക്ക് ഈ 2-3 പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഈ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള എത്ര ആവശ്യമുണ്ട് വെള്ളം, അത്ര വെള്ളം ചേർക്കാം. അപ്പം നമുക്ക് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. എത്ര സൂപ്പ് വേണോ അത്രയും വെള്ളം നമുക്ക് ചേർക്കാം. അപ്പം മുരിങ്ങയില കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഈ കുക്കർ അടച്ചിട്ട് നമുക്കൊരു 2-3 വിസിൽ അടിക്കണം. 2 വിസിൽ അടിച്ചാൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വേവിച്ചിട്ട് വരാം. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൂപ്പിലേക്ക് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർക്കാം. ഈ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം കേട്ടോ. പിന്നെ ചെറുപയർ പരിപ്പ് വേവിച്ചിട്ട് അതും കൂടിയൊക്കെ ചേർക്കാം. ഇതൊരു പ്ലെയിൻ സൂപ്പാണ്, അതുകൊണ്ട് ഇത്രേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഗുണങ്ങളുള്ള സൂപ്പാണ്. അപ്പോൾ ഈ സൂപ്പ് എല്ലാവരും ഉണ്ടാക്കി, ചുമയൊക്കെ ഉള്ള സമയത്ത്, കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഇത് ഉണ്ടാക്കി കഴിക്കണം. അത്രയും നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. സൂപ്പ് അരിച്ച് വേണമെങ്കിൽ അരിച്ച് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമാണ് ഇത് കഴിക്കാനായിട്ട്. ഞാനൊക്കെ ജലദോഷം വന്ന സമയത്ത് ഇതിങ്ങനെ കഴിക്കും. അപ്പോൾ പെട്ടെന്ന് അസുഖം മാറുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഇത് വളരെ ഗുണങ്ങളുള്ളതാണ് മുരിങ്ങയില. കുട്ടികൾക്കായാലും വലിയവർക്കായാലും മുരിങ്ങയില വളരെ നല്ലതാണ്. അപ്പോൾ ഈ സൂപ്പ് ഇതുപോലെ എല്ലാവരും കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങയില സൂപ്പ് നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടോ, നല്ലൊരു കളറാണ് ഈ മുരിങ്ങയിലയുടെ സൂപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ മുരിങ്ങയില സൂപ്പ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. താങ്ക് യു.